ഹായ് എവറി വൺ, ദിസ് ഇസ് അർജുൻ ഹരി ആൻഡ് വെൽക്കം ടു എൻട്രി ഇംഗ്ലീഷ്. എല്ലാവർക്കും കിട്ടുന്നത് ഒരേ 24 മണിക്കൂറാണെങ്കിലും പലരും പല ടാസ്കുകൾ, അതും നമ്മളെക്കാൾ കൂടുതൽ ഹെക്റ്റിക്കായ ടാസ്കുകൾ എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ദിവസത്തിൽ ഒരുപാട് സമയം കിട്ടിയിട്ടും നിങ്ങൾക്ക് അനുവദിച്ച ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ വരുന്നുണ്ടോ? ഇതിനൊക്കെ കാരണം ഇറ്റ്സ് പോർ ടൈം മാനേജ്മെൻറ്റ്. ഈ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് എയ്സൻഹവർ മാട്രിക്സ്. നമുക്ക് ഈ എയ്സൻഹവർ മാട്രിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ്സ് ലേൺ വൈ ടൈം മാനേജ്മെന്റ് ഈസ് ക്രൂഷ്യൽ ഫോർ യുവർ സക്സസ്. നിങ്ങൾക്ക് കൃത്യമായി ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വർക്കിലുള്ള സ്ട്രെസ് കുറയും. കാരണം ടൈം എങ്ങനെ കൃത്യമായി ഓരോ ടാസ്കുകൾക്കായി വിനിയോഗിക്കാൻ പറ്റില്ല എന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പല ടാസ്കുകളും ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ കൃത്യമായി ടൈം മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഇഫ് യു ആർ മാനേജിങ് യുവർ ടൈം എഫക്റ്റീവ്ലി, യു ക്യാൻ ടേക്ക് ഡിസിഷൻ എഫക്റ്റീവ്ലി. ഇഫ് യു ക്യാൻ മാനേജ് ടൈം എഫക്റ്റീവ്ലി, യു ക്യാൻ മെയിൻറ്റെയിൻ വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് അച്ചീവ് ഗോൾസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടൈം മാനേജ്മെൻറ്റായി ബന്ധപ്പെട്ടതാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും എങ്ങനെ എഫക്റ്റീവായി യൂസ് ചെയ്യാമെന്ന് എയ്സൻഹവർ മാട്രിക്സ് വെച്ച് നമുക്കൊന്ന് പഠിച്ചാലോ. എയ്സൻഹവർ മാട്രിക്സ് പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർക്കേണ്ടതായിട്ടുള്ള ജോലികളെ നമുക്ക് 4 ക്വാഡ്രന്റുകളാക്കി തിരിക്കണം. ഈ ഓരോ ക്വാഡ്രന്റുകളും നിങ്ങളുടെ ജോലിയുടെ സീരിയസ്നെസ് അനുസരിച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ് ക്വാഡ്രന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പെൻഡിങ് ആയിരിക്കുന്ന ടാസ്കുകളിൽ ഡിലേഡ് ആയി കഴിഞ്ഞാൽ കോൺസിക്വൻസസ് വരാൻ സാധ്യതയുള്ള ടാസ്കുകളാണ് ആദ്യത്തെ ക്വാഡ്രന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അതായത് നിങ്ങളുടെ മെഡിക്കൽ എമർജൻസീസ് അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള ടാർഗറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ്, ഇതൊക്കെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ക്വാഡ്രന്റിനെയാണ്. ഈ ക്വാഡ്രന്റിൽ ഉൾപ്പെടുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ 2, 3, 4 ക്വാഡ്രന്റിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നുള്ള ടാസ്കുകളിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ, അതായത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാഡ്രന്റിൽ പെടുന്ന ടാസ്കുകൾ രേഖപ്പെടുത്തി വെക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജന്റ്. ഈ ക്വാഡ്രന്റിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഈ ക്വാഡ്രന്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം. അതായത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, അപ്പ് സ്കില്ലിംഗ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത് ഇന്ന് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട്. ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം. ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ലോങ് ടേം ഗോളുകൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ഒരുപാട് സമയമുണ്ടായിട്ടും ഞാൻ പല കാര്യങ്ങളും ആ സമയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്തോട് അടുത്ത് വരുമ്പോൾ മാത്രമാണ് അതിനെപ്പറ്റി ചിന്തിക്കാറെന്നുള്ളത്. ഇറ്റ് ഈസ് ബിക്കോസ് യു ആർ നോട്ട് അവെയർ ഓഫ് ദിസ് സെക്കൻഡ് ക്വാഡ്രന്റ്. ദ തേർഡ് ക്വാഡ്രന്റ് ഈസ് അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ചെയ്യാൻ അർജൻ്റ് ആയിരിക്കണം. വളരെ അർജൻറ്റായിട്ട് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഉപകാരമൊന്നും കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടാർഗറ്റുകളെയാണ് അല്ലെങ്കിൽ ടാസ്കുകളെയാണ് നിങ്ങൾ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസ്, ഫോളോ അപ്സ് അല്ലെങ്കിൽ തിരിച്ച് വിളിക്കാനുള്ള മിസ് കോൾസ്, ഇതൊക്കെ അർജൻ്റ് ആയിരിക്കും, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ഇത്തരം ടാസ്കുകൾ നിങ്ങൾ മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഈ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ പെടുന്ന കാര്യങ്ങൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അർജൻറ്റായി ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്യുകയും അതുവഴി ഒന്നാമത്തെ ക്വാഡ്രന്റിൽ, അതായത് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഡിലേഡ് ആവുകയും ചെയ്യും. നാലാമത്തെ ക്വാഡ്രന്റ് ആണ് നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജൻറ്റ്. അതായത് പെട്ടെന്ന് ചെയ്യുകയും വേണ്ട, എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നാലാമത്തെ ക്വാഡ്രന്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി 4 ക്വാഡ്രന്റിലുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഇതിനെ ഇനി എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ ക്വാഡ്രന്റിൽ പെട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റിൽ പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ
എത്ര സമയമാണോ സ്പെൻഡ് ചെയ്തത് അതിനേക്കാൾ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ക്വാഡ്രൻറ്റിൽ പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതാണ് നിങ്ങളെ ലോങ് ടേം ഗോളുകളിലേക്ക് സഹായകമാക്കുക. മൂന്നാമത്തെയും നാലാമത്തെയും ടാർഗറ്റിലുള്ള അല്ലെങ്കിൽ ക്വാഡ്രൻറ്റിലുള്ള ടാർഗറ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. അത് വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾക്ക് മാക്സിമം അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാവുന്ന ടാസ്കുകളെ ഒഴിവാക്കി വിടുക. കംപ്ലീറ്റ്ലി ഒഴിവാക്കരുത്. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽപ്പെട്ട കാര്യങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കി വേണം മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽപ്പെട്ട കാര്യങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തെ ക്വാഡ്രൻറ്റിൽ നിങ്ങൾ നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ് എന്നും കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ദിവസം ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിലെ ഒഴിവാക്കിക്കൊള്ളുക. കാരണം അത് ഇമ്പോർട്ടൻറ്റും അല്ല, അർജൻറ്റും അല്ല. സോ ഓരോ ദിവസത്തെയും ടാസ്കുകൾ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫ്യൂച്ചറിലുള്ള ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാമെന്നുള്ള എയ്സൻഹവർ മാട്രിക്സ് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള ഓരോ ദിവസവും ഈ 4 ക്വാഡ്രൻറ്റുകൾ ഫില്ലപ്പ് ചെയ്യുന്നതിലൂടെ അത് കൃത്യമായി ടൈംലി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ലോങ് ടേം ഗോളും അതേപോലെ തന്നെ ഷോർട്ട് ടേം ഗോളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായ സമയത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇൻ്റർവ്യൂ ട്രെയിനിങ്, കരിയർ ഗ്രോത്തുമായി ബന്ധപ്പെട്ട ടിപ്സ് കിട്ടാൻ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ദ വീഡിയോ.